നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 1 അതായത് മൊഡ്യൂൾ 1 തന്നെ 1.3 ഫുഡ് റിസോഴ്സസ് ആൻഡ് ഫുഡ് ചെയിനകത്തെ ദ ടേം ട്രോഫിക് കാസ്കേഡ്, അതും അതിൻ്റെ ഒരു പോമും കൂടെ ഉണ്ട്. കാമിലെ ഡി ഡങ്കിയുടെ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത് റോബർട്ട് പെയിൻ എന്നുള്ള ഒരു അമേരിക്കൻ സുവോളജിസ്റ്റ് കോയിൻ ചെയ്ത ടേമാണ്. അദ്ദേഹം 1980 ഈ ടേം കോയിൻ ചെയ്തത്. അതായത് ട്രോഫിക് കാസ്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, ഫുഡ് ചെയിൻ, അതിനകത്ത് ചെറുതായിട്ട് ഒരു പാർട്ട് ഓഫ് ദ ഫുഡ് ചെയിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അത് വേറെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും, അതായത് ബാക്കിയുള്ള എല്ലാ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഫുഡ് ചെയിനിൽ തന്നെ ഉള്ള ബാക്കി ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എക്കോസിസ്റ്റത്തിലെ. ആ ഒരു കുഞ്ഞു ചേഞ്ച് വലിയൊരു മാറ്റത്തിന് ഇതാവുന്നതാണ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിനിലെ ഒരു പ്രെഡേറ്ററിനെ, അതായത് ഹണ്ട് ചെയ്യുന്ന ഒരു ആനിമലിനെ നമ്മൾ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ പുതിയതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് ആനിമൽസ് താഴെ കിടക്കുന്ന ഫുഡ് ചെയിനിലെ ലോവർ ആയിട്ടുള്ള ആനിമൽസിനെ അത് അഫക്റ്റ് ചെയ്യും. അത് ഹോൾ എൻവയോൺമെൻറ്റിൽ തന്നെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതിൻ്റെ ആ ഒരു ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ വോൾസിനെ തിരികെ കൊണ്ടുവന്നു. അത് ഡിയറിൻ്റെ നമ്പേഴ്സിനെ, അതായത് മാനിൻ്റെ നമ്പേഴ്സിനെ, പോപ്പുലേഷനെ അത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? മാനില്ലെങ്കിൽ എന്ത് ഉണ്ടാവും? പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വളരും, അല്ലേ, കാട് പോലാവും. അപ്പോൾ പുതിയ ആനിമൽസ് വന്നു. അങ്ങനെ ഈവൻ അവിടുത്തെ തന്നെ റിവറിൻ്റെ ഷേപ്പ് വരെ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യം എങ്ങനെയാണ് വലിയൊരു മാറ്റത്തിന്, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റത്തിന് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. അതാണ് ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോഫിക് കാസ്കേഡ് എന്നുള്ള ഈ ഒരു ടേം കോയിൻ ചെയ്ത് റോബർട്ട് പെയിൻ ആണ്. നമ്മൾ നോക്കി എന്താണ് ട്രോഫിക് കാസ്കേഡ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ എ ചേഞ്ച് ഇൻ വൺ പാർട്ട് ഓഫ് ദ ഫുഡ് ചെയിൻ sets off a chain reaction that affects many other plants and animals in the ecosystem. ഓക്കെ, അതാണ് ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടായേക്കുന്ന ചെറിയൊരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ലീഡ് ടു ന്യൂമറസ് ചേഞ്ചസ് ഇൻ ദി ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിനകത്ത് കാർണിവോറസിനകത്താണ് നമ്പറിൽ വേരിയേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഹെർബിവോറസിനെ നല്ല രീതിയിൽ അത് ബാധിക്കുകയും ചെയ്യും. ഒന്നുകിൽ ഡിക്ലൈൻ ആവും, അല്ലെങ്കിൽ ഒന്നുകിൽ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കാമിലെ ടി ഡങ്കി എഴുതിയ ഒരു ടൈംലി വാർണിംഗ് പോവമാണ് എഗെയിൻസ്റ്റ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. സോ പിന്നെന്താണ്, ഹ്യൂമാനിറ്റിക്ക് ഹോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലും അവർ എഴുതുന്നുണ്ട് ഇതിനകത്ത്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ കാമിലെ ടി ഡങ്കിയുടെ ആ പോവം നമുക്കൊന്ന് നോക്കാം. കാമിലെ ടി ഡങ്കി ഒരു അമേരിക്കൻ പോയറ്റാണ്. അവരുടെ വർക്ക്സ് എന്ന് പറയുന്നതിനകത്ത് മെയിൻ ആയിട്ടുള്ള വർക്ക്സ് വരുന്നത് നമുക്ക് പഠിക്കാനുള്ള ട്രോഫിക് കാസ്കേഡ് ഉണ്ട്. അത് 2017 എഴുതിയ പോവമാണ് കേട്ടോ. പിന്നെ വാട്ട് ടു ലീവ് ഫോർ പോയിസൺ, വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഡ്രിങ്ക്, വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഡ്രിങ്ക്, വാട്ട് ടു ലീവ് ഫോർ പോയിസൺ, അതൊരൊറ്റ വർക്കാണ് 2006 എഴുതിയത്. ആൻഡ് ഒരുപാട് വർക്ക്സ് ഒക്കെ ഇവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആന്തോളജി ഒക്കെ എഴുതിയിട്ടുണ്ട് ഇവർ, ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പേജ് നമ്പർ 27 ഈ കാമിലെ ടി ഡങ്കിയുടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ ഇൻഫർമേഷൻ. ആ നോട്ട്സ് എന്നുള്ള ബോക്സിനകത്ത് സെക്കൻഡ് പാരഗ്രാഫിനകത്ത് വാട്ട് ഇസ് ട്രോഫിക് കാസ്കേഡ് എന്നുള്ള കാര്യം കുറച്ചും കൂടി വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, ആ യെല്ലോസ്റ്റോണിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്കോളജിക്കൽ ഒക്കറൻസ് ആണ് ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർ ഫുഡ് ചെയിനെ അത് ബാധിക്കും. അത് ഒരുപാട് വേരിയേഷൻസ് എക്കോസിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ 1995 ചെയ്ത, അതായത് ഗ്രേ വൂൾഫ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ആനിമൽസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇല്ലായിരുന്നു അവിടെ, അതിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ആ എക്കോസിസ്റ്റത്തിൽ വന്നു. അപ്പോൾ അത് ആണ് ഈ ഒരു പോയത്തിനകത്ത് എഴുതാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്തത്. ട്രോഫിക് കാസ്കേഡ് വന്നതെന്ന് വെച്ചാൽ അതൊരു കളക്ഷനാണ്. ആ കളക്ഷനകത്തുള്ളൊരു പോവമാണ് നമുക്ക് പഠിക്കാനുള്ള ട്രോഫിക് കാസ്കേഡ് എന്ന് തന്നെ. കളക്ഷൻ്റെ പേരും പോയത്തിൻ്റെ പേരും സെയിം തന്നെയാണ് കേട്ടോ. 2017 ഇത് വന്നത്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നോക്കാം. സോ ഇവർ ഒരു എന്താ പറയുക, ഈ ടൈറ്റിൽ ഉണ്ടല്ലോ അതൊരു എക്കോളജിക്കൽ ടേമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ആ ഗ്രേ വൂൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം അതൊക്കെയാണ് ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഈ ഒരു ലൈൻ പോവം എന്ന് പറയുന്നത് ഒരു അൺബ്രോക്കൺ ആയിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്.
അൺബ്രോക്കൺ ആണ്. അതായത് ഒരു സെൻറ്റൻസ് തന്നെ വളരെ ലെങ്തി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയേക്കുവാണ്, ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ലാതെ കണക്ക്. ആ ചെയിൻ റിയാക്ഷനെയാണ് അത് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു മാറ്റം ഫുഡ് ചെയിനിലുണ്ടെങ്കിൽ അത് വലിയ മാറ്റമായിരിക്കും എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു ഇതിനെക്കുറിച്ചാണ്, ആ സെൻറ്റൻസസ് അതുകൊണ്ടാണ് ഈ പോയത്തിനകത്തുള്ള വളരെ ലെങ്തി ആയിട്ട് തോന്നുന്നത് നമുക്ക്. ആൻഡ് ഓരോ ഫേസും എന്ന് വെച്ചാൽ ഓരോ ഫ്രേസും അടുത്ത ഓരോ കാര്യത്തിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഫ്രേസസ് ആണ് അവർ, അതായത് അങ്ങനെയുള്ള വേർഡ്സുകളാണ് അവർ ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെയിൻ റിയാക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന തീം എന്താണെന്ന് വെച്ചാൽ ലൈഫിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്. അതായത് എക്കോസിസ്റ്റത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും റിവേഴ്സിനെയും ലാൻഡ്സ്കേപ്പിനെ വരെ ബാധിക്കും എന്നുള്ളതും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ നേച്ചറിനെ മെറ്റഫറായിട്ടാണ് അവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പേഴ്സണൽ റീബർത്ത് എന്ന് വെച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മദർഹുഡുമായിട്ടൊക്കെ നേച്ചറിനെ കമ്പയർ ചെയ്യുന്നുണ്ട് അവർ. കോസ് ആൻഡ് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് ആ ചെയിൻ റിയാക്ഷൻ, ഒരു കാര്യം കൊണ്ടുവന്നു അതിനെ എന്നിട്ട് എന്താണ്, ഒരു കാര്യം ചെറിയൊരു ചേഞ്ച് വന്നു, അത് വലിയൊരു ചേഞ്ചിന് തുടക്കം കുറിക്കുന്നതാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. പിന്നെ വരുന്നത് ബാലൻസും റെസ്റ്റോറേഷനുമാണ്. വൂൾഫ്, ആ ഒരു സ്ഥലത്ത് യെല്ലോ സ്റ്റോണിൽ വൂൾഫുകൾ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. പിന്നീട് അതിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട്. തിരിച്ചു വരുമ്പോൾ അത് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ഹാർമണിയെയും ഡൈവേഴ്സിറ്റിയും എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ആ ബാലൻസ് ആൻഡ് റെസ്റ്റോറേഷൻ കാണിക്കുന്നത്. ഇത്രയാണ് തീംസ് വരുന്നതിനകത്ത്. ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ സെക്ഷൻ ബൈ സെക്ഷൻ അനാലിസിസ് നോക്കാം നമുക്ക്. ലൈൻസ് 1 to 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോളജിക്കൽ ഇവൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രേ വൂൾഫിനെ യെല്ലോ സ്റ്റോൺ പിന്നെ നാഷണൽ പാർക്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്നാണ് പറഞ്ഞേക്കുന്നത്, മാൻകൂട്ടത്തിനെ, വൂൾഫ് എന്ന് പറയുമ്പോൾ ആരെയാണ് പ്രേ ആക്കുന്നത്, ആനിമൽ കഴിക്കുന്നത് ഡീറിനെയാണ്. അപ്പോൾ ഡീറിൻ്റെ നല്ല രീതിയിൽ ഇവർ കൊന്നു തിന്നു ഗ്രേ വൂൾസ്. അങ്ങനെ എന്ത് പറ്റിയെന്നാണ് പറഞ്ഞത്, പുല്ലെല്ലാം നല്ല രീതിയിൽ വളർന്നു. ഓക്കെ, അതായത് ഡീറ് ഈ സാപ്ലിങ്സും എല്ലാം ഇങ്ങനെ തിന്നുന്നതുകൊണ്ട് തന്നെ ട്രീസ് എല്ലാം നല്ല ടോളർ ആൻഡ് ഹെൽത്തി ആയിട്ട് മാറി. പക്ഷേ പുല്ലിൻ്റെ ഇതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കാട് പോലെ വളരാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഫസ്റ്റ് ലിങ്ക് ഇൻ ദി ട്രോഫിക് കാസ്കേഡ്. ഡിയറിനെ എഫക്റ്റ് ചെയ്തു, അതായത് ഡിയറിൻ്റെ എണ്ണം കുറഞ്ഞു, അപ്പോൾ പുല്ല് വളർന്നു. ഇനി ലൈൻസ് 3 to 5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസ് വളരെ ടോളറായിട്ട് മാറി. അങ്ങനെ ഒരുപാട് പാട്ട് പാടുന്ന, അതായത് സോങ് ബേർഡ്സ്, ഒരുപാട് പക്ഷികൾ വന്ന് അവിടെ കൂടുകൂട്ടി. ബേർഡ്സ് സീഡ്സിനെ എല്ലാം ഡിസ്പേഴ്സ് ചെയ്തു. അങ്ങനെ ബുഷ് അതായത് അണ്ടർ ബ്രഷ് ഭയങ്കരമായിട്ട് കൂടി. അണ്ടർ ബ്രഷ് എന്താണ്, ഈ കുഞ്ഞു റാബിറ്റ്സിനൊക്കെ ഷെൽട്ടർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും അനദർ സ്പീഷീസ് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ വൂൾഫിൻ്റെ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ നിന്ന്. അതായത് റാബിറ്റ്സുകൾക്ക് ഇതൊരു എന്തായി മാറി, ഷെൽട്ടറായിട്ട് മാറി. ലൈൻസ് 5 to 9 കുഞ്ഞ് മാമൽസ് ആയിട്ടുള്ള വീസിൽസ്, പിന്നെ ഷ്രൂസ് ഇങ്ങനെയുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഹോക്ക്, ഫാൽക്കൺ, ഈഗിൾ ഇങ്ങനെയുള്ള ബേർഡ്സ് ഓഫ് പ്രേ ഒക്കെ തിരിച്ച് വീണ്ടും കൂടാൻ തുടങ്ങി ഈ സ്ഥലത്ത്. അപ്പം ഇവിടെ ഒരു ഷാഡോയുടെ ഇമേജ് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഷാഡോ, ഫാൽക്കൺ ഷാഡോ, ഹോക്ക് ഷാഡോ ഇതൊക്കെ കൂടിയെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കുഞ്ഞു മാമൽസൊക്കെ, അതായത് ഈ റാബിറ്റ്, കുഞ്ഞു മാമൽസൊക്കെ ബുഷ് കൂടിയതോടുകൂടി, ഗ്രാസിൻ്റെ ഇത് വളർച്ച വലിപ്പം കൂടിയതോടുകൂടി എന്ത് ചെയ്തു, കുഞ്ഞു മാമൽസൊക്കെ പെട്ടെന്ന് വന്ന് താമസിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആയി നമ്പർ. അപ്പോൾ ആരൊക്കെ വരും, ഈ ബേർഡ്സ് ഓഫ് പ്രേ ഉണ്ടല്ലോ, അതായത് ഹോക്ക്, കഴുകനും ഈ ഈഗിളും പരുന്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഷാഡോ അവിടെ ഇങ്ങനെ വരാൻ തുടങ്ങി. അതായത് ഈ പക്ഷികൾ പറക്കുമ്പോൾ നമുക്ക് മണ്ണിൽ ഷാഡോ വരുമല്ലോ, അപ്പോൾ അവരുടെ പ്രസൻസ് എപ്പോഴും അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഡീറായി, വൂൾസായി, ഇപ്പോൾ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറേ ഏരിയാസിൽ ബെറീസും പ്ലാന്റ്സും ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങി. ബെറീസൊക്കെ ഉണ്ടല്ലോ, വൈൽഡ് ബെറി, ഗൂസ്ബെറി അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി ആ സ്പേസിൽ. ലൈൻസ് 9 to 13 ബെറി ഗ്രോത്ത് കരടികളെ, അതായത് ബെയറുകളെ അട്രാക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീവേഴ്സ് ഉണ്ടല്ലോ, അവർ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ക്രാറ്റ്സിനും ആംഫിബിയൻസിനും, അതായത് ഈ ടാഡ്പോളൊക്കെ ഉണ്ടല്ലോ, തവള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള എലികൾ, അതിനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുഞ്ഞു ഹാബിറ്റായിട്ട് കെട്ടാൻ തുടങ്ങി. ബീവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എന്താ പറയുക, ഈ മണ്ണ് കുഴിക്കുന്ന ജീവികളുണ്ടല്ലോ, അതാണ് ഈ ബീവർ എന്ന് പറയുന്നൊരു മാമലാണത്. അത് ഈ കാനൽസ്, ലോഡ്ജ്, ഡാം ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അത് പ്ലാന്റ് ഈറ്റിംഗ് ആണത് കേട്ടോ, നല്ല ഫ്രണ്ട് ടീത്താണ് അതിനുള്ളത്. അപ്പോൾ ബീവറുകൾ ഈ റിവേഴ്സിലൊക്കെ കുഞ്ഞു ഡാം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര നമ്മൾ ഈ കാണുന്ന ഡാം അങ്ങനെയുള്ള ഡാം അല്ല, കുഞ്ഞു എന്താ പറയുക, മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിടുക, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീവേഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ബീവേഴ്സ് വന്നപ്പോൾ എന്തോ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അവിടെയും സൈഡിലും ഒക്കെ എന്താണ് കുഞ്ഞു മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചപ്പം എലികളും തവളകളും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു മിസ്റ്റിക്കലായിട്ടുള്ള, അതായത് ഈ എൻവയോൺമെൻറ്റിന് ഒരുപാട് മാറ്റങ്ങളങ്ങ് വന്നു. തവളകളുടെ സൗണ്ടും കരച്ചിലുകളും ഒക്കെ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. അതായത് ടാഡ്പോളുകളുടെ രാത്രിയിൽ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ അക്വാട്ടിക് ലൈഫ് അങ്ങനെ ഫ്ലറിഷ്ഡായി. അതായത് വാട്ടർ സ്ട്രൈഡേഴ്സ്, വെള്ളത്തിലാശാനൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ വെള്ളം ബക്കറ്റ് പിടിച്ച് നിൽക്കുമ്പോഴും കുറേ കുഞ്ഞു കുഞ്ഞു ജീവികൾ വെള്ളത്തിൽ വന്ന് കിടക്കത്തില്ലേ, ആ വാട്ടർ സ്ട്രൈഡേഴ്സ്, അങ്ങനെയുള്ള ഫിഷ്, ഇതൊക്കെ ആ ഹെൽത്തി റിവറിൽ ഇങ്ങനെ കൂടുതലാവാൻ തുടങ്ങി. ഈ ബെയേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, യങ് ഡീറിനെ പ്രേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും പോപ്പുലേഷൻ കുറയാൻ തുടങ്ങി ആരുടെ, മാനിൻ്റെ. ഇനി വൾച്ചേഴ്സും സ്കാവഞ്ചേഴ്സാണ് വൾച്ചർ എന്നൊക്കെ പറയുന്ന കഴുകനൊക്കെ, അതൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്തു. അവരുടെ ഡ്രോപ്പിങ്സ് ഉണ്ടല്ലോ, അവരുടെ ഡ്രോപ്പിങ്സ് എന്ന് വെച്ചാൽ അവരുടെ അഴുക്ക്, പൂപ്പ്, അവരുടെ കാഷ്ടം ഈ സീഡ്സിനെ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ എല്ലാ ക്രീച്ചറും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു പുതിയ അതായത് ഈ ഒരു ലാൻഡ്സ്കേപ്പിന് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിൻ്റെ സ്ട്രക്ചറിനെയും സിസ്റ്റത്തിനെയും നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഫിസിക്കൽ ലാൻഡ്സ്കേപ്പ് ചേഞ്ചായി. ബീവർ ഡാം എന്ത് ചെയ്യാൻ തുടങ്ങി, ബീവർ ഡാം എന്ന് വെച്ചാൽ മണ്ണ് കുഴിച്ച് അവസാനം നദിയിലെ വെള്ളം സ്ലോ ആയി മാറി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നദി വളയാൻ തുടങ്ങി, അതിൻ്റെ ഒഴുക്ക് വളയാൻ തുടങ്ങി, വൈൻഡ് ആവാൻ തുടങ്ങി, അതായത് മിയാൻഡർ ആവാൻ തുടങ്ങി. അപ്പോൾ ഫ്ലഡിങ് കുറഞ്ഞു. ആൻഡ് ജിയോഗ്രഫി തന്നെ, നദി വളയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ അങ്ങ് മാറി. ആൻഡ് ദെൻ സ്പീക്കർ അപ്പം ലാസ്റ്റ് ലൈനകത്ത് പറയുന്ന ഒരു പേഴ്സണൽ ആയിട്ടൊരു ടോണിലാണ് പറയുന്നത്. റീഡറിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ് നമ്മുടെ പോയിറ്റ്. അതായത് ഈ ഒരു എക്കോളജിക്കൽ സ്റ്റോറിയും അവരുടെ പേഴ്സണൽ ലൈഫും കൂടെ കമ്പയർ ചെയ്യുവാണ് അവർ. ഡോണ്ട് യു ടെൽ മീ ദിസ് ഇസ് നോട്ട് ദ സെയിം ആസ് മൈ സ്റ്റോറി, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഫ്യൂ ലൈൻസ്. ഓൾ ദിസ് ലൈഫ് ബോൺ ഫ്രം വൺ ഹംഗ്രി ആനിമൽ, ദിസ് ഹോൾ ന്യൂ ലാൻഡ്സ്കേപ്പ്, ദ കോഴ്സ് ഓഫ് ദ റിവർ ചേഞ്ച്ഡ്. I know this. I reintroduced myself to myself, this time a mother, after which nothing was ever the same. അപ്പോൾ ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർഹുഡിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു ഹംഗ്രി ആനിമൽ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. ആ വൂൾഫിനെ യെല്ലോ സ്റ്റോണിൽ കൊണ്ടുവന്ന് ആ ഒരു നദിയുടെ തന്നെ ഒഴുക്കങ്ങ് മാറി അവസാനമായപ്പോൾ ആ ലാൻഡിൻ്റെ ജോഗ്രഫി തന്നെ അങ്ങ് മാറി അല്ലേ. അത് ഇവരുടെ ജീവിതത്തിൽ വളരെ ഒരു ട്രാൻസ്ഫർമേഷനാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ മദർഹുഡ്, അമ്മയായത്, അത് അവരുടെ എക്കോസിസ്റ്റത്തിനെ തന്നെ, അതായത് അവരുടെ ബോഡിയെയും അവരുടെ ആ ഒരു ലൈഫിനെ തന്നെ അതിൻ്റെ റീസ്ട്രക്ചർ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ യെല്ലോ സ്റ്റോൺ പോലെ ഇവർക്കും എന്താ പറയുക, തിരിച്ച് പഴയ അവസ്ഥയിൽ പോലും മാറാതിരിക്കാവുന്ന ആ ഒരു ഇതിലോട്ട് അവരൊരു ചേഞ്ചിലോട്ട് ഇവർ പോയി. അതായത് അവർക്ക് മദർഹുഡ് എങ്ങനെയാണോ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്, അതുപോലെയാണ് ആ യെല്ലോ സ്റ്റോൺ എന്നുള്ള സ്ഥലത്ത് ഇത്രയും ചേഞ്ചസ് ഉണ്ടായത്. അപ്പം ഇത്രയും ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് പഴയ പോലെ പോകാൻ പറ്റത്തില്ല. മദർഹുഡ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. ആ ഒരു സ്ത്രീയുടെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും മെൻ്റൽ കണ്ടീഷൻ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും പിന്നീട് പഴയ പോലെ പോകത്തില്ല. വൺസ് എ മദർ ഇസ് ഓൾവേസ് എ മദർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് പോകത്തില്ല. അപ്പോൾ ഇവിടെ നേച്ചറിനെയും ഇവരുടെ മദർഹുഡിനെയും ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു പോയത്തിനകത്ത് ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം കീ പോയിന്റ്സ് എന്ന് പറയുമ്പം ആ ബീവറിൻ്റെ, അതായത് വൂൾഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡിയർ കുറഞ്ഞു, അങ്ങനെ ബുഷ് കൂടി, അപ്പം കുഞ്ഞു കുഞ്ഞു മാമൽസ് വന്നു, ബീവേഴ്സ് വന്നു, ഡാമൊക്കെ കിട്ടാൻ തുടങ്ങി റിവേഴ്സിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ റിവറിൻ്റെ കോഴ്സ് ചേഞ്ചായി, നദിയുടെ ഒഴുക്ക് മാറി, അങ്ങനെ നദിയുടെ ഒഴുക്ക് സ്ലോ ആയി, ഫ്ലഡ് എല്ലാം കുറഞ്ഞു, ബെറീസൊക്കെ വന്നു, കരടിയൊക്കെ വന്നു അല്ലേ. നദി വളഞ്ഞൊഴുകാൻ തുടങ്ങി, അവസാനം ആ ജോഗ്രഫി തന്നെ അങ്ങ് മാറി. എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് എനിക്കും എൻ്റെ ലൈഫിലും ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്തു, അതായത് എൻ്റെ മദർഹുഡ് എന്നുള്ളതാണ്. അത് ഈ നേച്ചറിന് ഈ ഒരു യെല്ലോ സ്റ്റോൺ എന്നുള്ള സ്ഥലത്ത് എന്തൊക്കെയാണോ ഇപ്പോൾ ഹാപ്പൻ ചെയ്തത്, തിരിച്ച് മാറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാറ്റമാണ് അതിന് ഉണ്ടായത്, ആ ലാൻഡിന്. അതുപോലെ തന്നെയാണ് എനിക്കും ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇവർ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്.